DCC അധ്യക്ഷന്മാർക്ക് മത്സരവിലക്കാണ്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്താനാണ് സാധ്യത. ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളാകുന്നതിൽ നിന്നും വിലക്കാനാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും തെരഞ്ഞെടുപ്പുകൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും മുഖ്യ ചുമതല DCC അധ്യക്ഷന്മാർക്കാണെന്നാണ് ഹൈക്കമാൻഡിന്റെ അഭിപ്രായം. അഹമ്മദാബാദിൽ നടന്ന AICC യോഗത്തിലാണ് ഈ തീരുമാനം അന്തിമമാക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ DCC അധ്യക്ഷന്മാർക്ക് പ്രധാന റോൾ ഉണ്ടാകുമെന്നതാണ് നിലവിലെ വിവരം. DCC അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് നിയമിക്കുന്ന രീതിയും ഒഴിവാക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് DCC അധ്യക്ഷന്മാരുടെ യോഗം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. 15 വർഷത്തിന് ശേഷം ഇത്തരമൊരു നീക്കം നടത്തിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് സാധ്യത വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ്. രാജ്യത്തെ DCCകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കണമെന്ന് നേരത്തെ തന്നെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് സമ്മേളനം നടത്താനുള്ള തീരുമാനമുണ്ടായതും. പാർട്ടിയിൽ അധികാര വികേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഭാഗമായി പാർട്ടി പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി DCCകളെ മാറ്റാനാണ് തീരുമാനം. ഇതിനെ തുടർന്നാണ് അധ്യക്ഷന്മാരുടെ യോഗം പോലും വിളിച്ചിരിക്കുന്നത്. ഏപ്രിൽ 8, 9 തീയതികളായി ഗുജറാത്തിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുൻപ് DCC അധ്യക്ഷന്മാരുടെ യോഗം നടത്താനായിരുന്നു യഥാർത്ഥത്തിൽ തീരുമാനം. എന്നാൽ പല സംസ്ഥാനങ്ങളിലും പുതിയ DCC അധ്യക്ഷന്മാരെത്തിയിട്ടില്ല. അതിനാൽ തന്നെ പുതിയ DCC അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് ശേഷം തന്നെയായിരിക്കും സമ്മേളനം നടക്കുക എന്ന വിവരം പുറത്തു വന്നിരുന്നു. കേരളം, കർണാടക, ഹരിയാന സംസ്ഥാനങ്ങളിൽ പുതിയ DCC അധ്യക്ഷന്മാരെ നിയമിക്കും. ഹരിയാനയിലൊക്കെ കഴിഞ്ഞ 10 വർഷമായി താഴെത്തട്ടിലെ കമ്മിറ്റികൾ വളരെ നിർജീവമാണ്. 2009 ഇതിനു മുൻപ് ഹൈക്കമാൻഡ് DCC അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തത്. ബ്ലോക്ക് പ്രസിഡന്റുമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചേർന്നത്. വീണ്ടും അധികാരത്തിലെത്താൻ ഈ യോഗം സഹായിച്ചെന്നതാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. 2014 ശേഷം കോൺഗ്രസിന്റെ ഗ്രാഫ് ദേശീയ തലത്തിൽ കുത്തനെ താഴോട്ടാണ് സഞ്ചരിച്ചത്. അതിൽ നിന്നും പുറത്തു കടക്കാനായിട്ട് കോൺഗ്രസിന് നാളിതുവരെയായിട്ടും സാധിച്ചിട്ടുമില്ല. ഇനി വരാനിരിക്കുന്ന ഏതാനും ചില നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറും. ഇപ്പോഴേ കോൺഗ്രസിന്റെ അസ്തിത്വം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം പോലുമാണ്. വലിയ പ്രതീക്ഷയിൽ വന്ന ഇന്ത്യ സഖ്യത്തിൽ പോലും കോൺഗ്രസിന് ഇപ്പോൾ യാതൊരു വിലയുമില്ലാതെ മാറിയിരിക്കുന്ന കാഴ്ചയുമാണ്. കൂടെ നിന്നിരുന്ന പാർട്ടികൾ പോലും സഖ്യം ചേരുന്നതിൽ നിന്ന് കോൺഗ്രസിനെ വിലക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ്. അത് ഒരു കാലത്ത് ഇന്ത്യയെ ഒട്ടാകെ ഭരിച്ചിരുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമൊന്നുമല്ല നൽകുന്നത് എന്ന തിരിച്ചറിവ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വന്നു ചേർന്നിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ ശരിയാകില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് ഇപ്പോൾ അടിത്തറ ഭദ്രമാക്കുക എന്ന BJPയുടെ അതേ തന്ത്രവുമായി കോൺഗ്രസും കളത്തിലിറങ്ങുന്നത്. BJPയെ സംബന്ധിച്ച് BJP എവിടെയെങ്കിലും വോട്ട് നേടണമെങ്കിൽ കൃത്യമായി പരീക്ഷിക്കുന്ന തന്ത്രം തന്നെയാണ് ആ സ്ഥലത്തെ അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇല്ലാതെ പോയ തന്ത്രവും അത് തന്നെയാണ്. അടിത്തറയെ പറ്റി കാര്യമായി ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മുകളിലേക്ക് എന്തൊക്കെയോ കെട്ടിപ്പടുക്കുകയുമായിരുന്നു. ഒരവസരത്തിൽ അവയെല്ലാം തന്നെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ അടിത്തറ ഇല്ലാതെ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാം ഒന്നിൽ നിന്നേ തുടങ്ങണം. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് DCCകളെല്ലാം തന്നെ യോഗം വിളിച്ചുകൊണ്ട് അടിത്തറ ഭദ്രമാക്കുക എന്ന നീക്കത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണവും. എന്നാൽ അതേസമയം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ DCC അധ്യക്ഷന്മാരെ സംബന്ധിച്ച് നിലവിൽ നിരവധി തർക്കങ്ങൾ പാർട്ടിക്ക് അകത്തു തന്നെ നിൽക്കുന്നുണ്ട്. വലിയ തരത്തിൽ കളങ്കമേറ്റ നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴും തുടരുന്നതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധവും തുടരുന്നുണ്ട്. പക്ഷേ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് DCCമാരെ മാറ്റുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വ്യക്തമായ മറുപടി വന്നിട്ടില്ല. അതേസമയം തന്നെ 2025 നല്ല പോലെ പ്രവർത്തിച്ചുകൊണ്ട് 2026 തങ്ങളുടെ കൃത്യമായ സേവനം കാണിച്ച് സീറ്റ് നിലനിർത്തുക എന്ന ലക്ഷ്യവും ഏതാനും ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതേസമയം തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും DCCമാരെ മാറ്റുന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഉത്തരവുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പുനഃസംഘടന എന്ന ചർച്ച വലിയ തോതിൽ സംഭവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചർച്ചയെല്ലാം കേവലം ചർച്ചയായി തന്നെ ഒതുങ്ങി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോരായ്മയായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും ചർച്ച ചെയ്തതൊന്നും തന്നെ പാലിക്കാനായി കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നതും വലിയ പോരായ്മ തന്നെയാണ്.
ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് ബീഹാറാണ്, മറ്റൊന്ന് കേരളമാണ്, മറ്റൊന്ന് തമിഴ്നാടാണ്. കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് പ്രതീക്ഷകളേറെയാണ്. കോൺഗ്രസിന് അകത്തുള്ള ഏതാനും ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ രീതിയിൽ മുന്നേറാനായി കോൺഗ്രസിന് സാധിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടും കോൺഗ്രസിന് സാധിക്കും. എന്നാൽ അതേസമയം തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിലും ബീഹാറിനെ സംബന്ധിച്ചാണെങ്കിലും വലിയ ഒരു മുന്നേറ്റത്തിന് എത്രമാത്രം സാധ്യതയുണ്ട് എന്ന ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ്. എന്നാൽ ബീഹാറിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യമായി തന്നെയാണ് മത്സരിക്കുന്നത് എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചെടുത്തെല്ലാം തന്നെ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെയായിരിക്കാം കോൺഗ്രസ് ഒരുപക്ഷെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏതെല്ലാം പാർട്ടികൾ കോൺഗ്രസിനൊപ്പം നിൽക്കും എന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പലപ്പോഴും കഴിഞ്ഞ എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് സംഭവിച്ചതും ഇതുതന്നെയാണ്. തങ്ങൾക്ക് ആവശ്യമായ സീറ്റുകൾ വേണമെന്ന് വാശി പിടിക്കുകയും മറ്റ് പാർട്ടികളുമായി ഭിന്നിച്ച് നിൽക്കേണ്ട അവസ്ഥയും വരികയും ചെയ്തു. അത് എല്ലാവർക്കും ദോഷം ചെയ്യുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ പോലും കണ്ടത്. എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് DCC അധ്യക്ഷന്മാരെല്ലാം തന്നെ കൂട്ടിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവർക്കെല്ലാം തന്നെ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണെങ്കിൽ അത് മറ്റേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒരു പിണക്കത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയം മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും മത്സരിക്കാനും വിജയിച്ചു വരാനുള്ള മോഹം കോൺഗ്രസ് നേതാക്കളിൽ കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തൽക്കാലം ചുമതല മാത്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം സ്വീകാര്യമാകും എന്നുള്ളതും ചോദ്യചിഹ്നം തന്നെയാണ്.